എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ചക്ര മെഡിറ്റേഷനെ കുറിച്ചിട്ടാണ്. ചക്ര മെഡിറ്റേഷൻ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും, യൂട്യൂബ് തുറന്നാലും എല്ലാം, അല്ലേ? പക്ഷേ ഇത് നമ്മളിവിടെ പഠിക്കാൻ പോകുന്ന വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇത് സന്ത് കബീർ ദാസിൻ്റെ ബ്രഹ്മനിരൂപണം എന്നുള്ള ഗ്രന്ഥത്തിൽ നിന്ന് എടുത്തിട്ടുള്ള, അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ്. ഇതിൽ പറയുന്ന ചക്രങ്ങളുടെ നിറങ്ങൾ എല്ലാം വ്യത്യാസമായിരിക്കും. അപ്പോൾ നിങ്ങളിതുവരെ ചെയ്യാത്ത ഒരു ചക്രധ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചക്രധ്യാനം, നമ്മൾ ചക്രങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ദീർഘമായിട്ടുള്ളൊരു ടോപ്പിക്ക് പിന്നീട് ചെയ്യാം, കാരണം അത് വളരെ ലോങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ചക്രങ്ങൾ ബേസിക്കലി നിങ്ങൾ അറിഞ്ഞിരിക്കുക, ചക്രങ്ങൾ എന്ന് പറയുന്നത് എനർജി പോയിൻറ്റ്സ് ആണ്. ശരീരത്തിലുള്ള അനേകം എനർജി പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 6 എനർജി പോയിൻറ്റ്സിനെയാണ് മെയിനായിട്ട് നമ്മളിവിടെ നോക്കുന്നത്. 6 എനർജി പോയിൻറ്റ്സും 7ാമത്തെ സഹസ്രാരവും. ഈ എനർജി പോയിൻറ്റ്സിൻ്റെ ഇംബാലൻസ് കൊണ്ടാണ് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നതാണ് സ്പിരിച്വൽ വിശ്വാസം. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യുന്നത് വഴി നമുക്ക് ആത്മീയ ഉണർവും ജീവിത വിജയവും ഉണ്ടാകും എന്നുള്ളതാണ് വിശ്വാസം. അതിൽപടിയാണ് നമ്മൾ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത്. ഈ മെഡിറ്റേഷൻ ഞാൻ ഓരോ പൊസിഷൻ്റെ സ്ഥാനം, ഓരോ പൊസിഷൻ്റെ ചക്രങ്ങളുടെ പൊസിഷൻ പറയുമ്പോൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ആ കളർ ഇമാജിൻ ചെയ്ത് ചാൻറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങളിത് ഈ വീഡിയോ 2-3 വട്ടം കേട്ടിട്ട് നിങ്ങൾ സ്വയം ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ചെയ്യുമ്പോൾ കൂടെ ചെയ്യേണ്ടതല്ല ഈ ഒരു മെഡിറ്റേഷൻ. ഇതൊരു ഗൈഡഡ് മെഡിറ്റേഷൻ അല്ല. ചക്ര ഗൈഡഡായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് പേഴ്സണലായിട്ട് ചെയ്യാം ഗൈഡഡ്, പക്ഷേ യൂട്യൂബ് വീഡിയോസും ഒക്കെ കണ്ട് നമ്മൾ ഗൈഡഡായിട്ട് ചെയ്യുന്ന അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ സ്വയം ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ നട്ടെല്ല് നിവർന്നിരിക്കുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ചക്രങ്ങളുടെ നിറങ്ങൾ വേറെയാണ്. ഇവിടെ നമ്മൾ പല ചക്രങ്ങൾക്കും പല പല നിറങ്ങളാണ് ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ നട്ടെല്ല് നിവർന്നിരിക്കുക. ഞാൻ പറയാറുണ്ട്, എന്തൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും, എന്തൊരു സ്പിരിച്വൽ പ്രാക്ടീസ് തുടങ്ങുന്നതിന് മുമ്പും ആദ്യം കുറച്ച് നേരം നമ്മൾ ദീർഘശ്വാസം എടുത്ത് വിടുക എന്നുള്ളത്. ഈ ദീർഘശ്വാസം എടുത്ത് വിടുമ്പോൾ നമ്മൾ പല മാനസികാവസ്ഥയിലായിരിക്കും വന്നിരിക്കുക. ദീർഘശ്വാസം കുറച്ച് നേരം എടുത്ത് വിടുമ്പോൾ മൈൻഡ് ഒന്ന് അടങ്ങും, അല്ലേ? കുറച്ച് ഭയങ്കരമായിട്ട് അടങ്ങുമെങ്കിൽ പിന്നെ വേറെ ഒന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ചടങ്ങുമ്പോൾ ആ അടക്കത്തിനെ, ആ ഒരു സൈലൻസിനെ നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ കണ്ണുകൾ അടച്ച് ആദ്യം ദീർഘശ്വാസം കുറച്ച് നേരം എടുത്ത് വിടുക. മനസ്സൊന്ന് ചെറുതായിട്ടൊന്ന് അടങ്ങുമ്പോൾ സാധാരണ ശ്വാസത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. ഈ സാധാരണ ശ്വാസത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവന്നതിന് ശേഷം ആദ്യത്തെ ശ്രദ്ധ വരുന്നത് മൂലാധാര ചക്രം. മൂലാധാര ചക്രം നട്ടെല്ലിൻ്റെ അടിഭാഗം, ബേസ് ഓഫ് ദ സ്പൈൻ, നട്ടെല്ലിൻ്റെ അഗ്രഭാഗം. ആ പോയിന്റിലേക്ക് ശ്രദ്ധിക്കുക. അവിടെ ഒരു ചുവന്ന നിറത്തിലുള്ള താമര നിങ്ങൾ സങ്കല്പിക്കുക, റെഡ് കളർ ലോട്ടസ്. അവിടെ നിങ്ങൾ ചാൻറ്റ് ചെയ്യേണ്ടത് എന്താണ്? സോഹം എന്നുള്ള ചാൻറ്റാണ്. ഈ സോഹം എന്നുള്ളത് ഉപനിഷത്ത് മന്ത്രമാണ്. സോഹം എന്നുള്ള ഉപനിഷത്തിൽ മാത്രമല്ല, നാദസമ്പ്രദായത്തിൽ ഗോരക്ഷ ഷഠകത്തിലൊക്കെ സോഹം, ഹംസോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഡീപ്പായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. സോഹം എന്നുള്ളത് ഇപ്പോൾ ഉണ്ടായ ഒരിതല്ല, പ്രാചീനമായിട്ടുള്ളൊരു മന്ത്രമാണ് സോഹം. ഇത് ഉപനിഷത്തിലുള്ളതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ സോഹം ചാൻറ്റ് ചെയ്യാൻ. സോഹം, സോഹം, സോഹം. എത്ര പ്രാവശ്യം എന്നില്ല, നിങ്ങൾക്ക് എത്ര പ്രാവശ്യമാണോ ചാൻറ്റ് ചെയ്യാൻ തോന്നുന്നത് അത്രയും പ്രാവശ്യം. അവിടെ ഒരു ചുവന്ന നിറത്തിലുള്ള താമര സങ്കല്പിക്കുക. ആ നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്ത് ശ്രദ്ധിച്ചുകൊണ്ട് സോഹം, സോഹം, സോഹം ഉറക്കെ ചാൻറ്റ് ചെയ്യുക. തുടക്കത്തിൽ ഉറക്കെ ചാൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിൽ ചാൻറ്റ് ചെയ്യാം. കുറച്ച് നാൾ ഉറക്കെ ചാൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു നാക്ക് കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിൽ ചാൻറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം രണ്ടാമത് വരുന്നത്, അതായത് ഒരു 2-3 ദിവസം ഒന്ന് ഉറക്കെ ചാൻറ്റ് ചെയ്യുക. അതിനുശേഷം മനസ്സിൽ ചാൻറ്റ് ചെയ്യുക. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോഴത്തേക്ക് ഒരു നാക്ക് കിട്ടും.
അതിനുശേഷം രണ്ടാമത്തത് 2 ഇഞ്ച് മുകളിൽ മൂലാധാര ചക്രം, നട്ടെല്ലിൻ്റെ അഗ്രഭാഗത്തിൻ്റെ ഏകദേശം 2 ഇഞ്ച്. ഇതെല്ലാം ഏകദേശമാണ്. ചക്ര എന്ന് പറഞ്ഞൊരു പോയിൻ്റ് അല്ല, ഒരു സ്പേസാണ്. 2 ഇഞ്ച് മുകളിലേക്ക് ശ്രദ്ധിക്കുക. ഇത് സൂക്ഷ്മ ശരീരത്തിലുള്ളതാണ് ചക്ര, നോട്ട് ഇൻ ദ ഫിസിക്കൽ ബോഡി. ഫിസിക്കൽ ബോഡിയിൽ അത് ഇൻഡയറക്റ്റ് കണക്ഷൻ ഉണ്ടെന്നുള്ളൂ. അപ്പോൾ 2 ഇഞ്ച് മുകളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ പച്ച നിറത്തിലുള്ള ഒരു താമര സങ്കല്പിക്കുക. ഇത് ബ്രഹ്മനിരൂപണത്തിലെ കളേഴ്സാണ്. പച്ച നിറത്തിലുള്ള താമര സങ്കല്പിച്ചുകൊണ്ട് വീണ്ടും സെയിം എല്ലാ ചക്രത്തിലും ജപം സോഹമാണ്, വ്യത്യാസമില്ല. ഈ പച്ച നിറത്തിലുള്ള ഈ ഒരു നിറം സങ്കല്പിച്ചുകൊണ്ട് സോഹം 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 സോഹം, എല്ലായിടത്തും ജപം സോഹമാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തെടുത്ത് പറയുന്നില്ല. എത്ര നേരം എന്നില്ല, അത് ഞാൻ വീണ്ടും പറയുന്നു. എത്ര നേരം ചാൻറ്റ് ചെയ്യണം എന്നില്ല. അതിനുശേഷം അവിടെ നമ്മൾ കുറച്ച് നേരം ചാൻറ്റ് ചെയ്തതിന് ശേഷം ഈ മൂലാധാരത്തിൽ ചാൻറ്റ് ചെയ്യേണ്ട ഇപ്പോൾ ഒരു 15 വട്ടമാണ് ചാൻറ്റ് ചെയ്തെങ്കിൽ അത്രയും പ്രാവശ്യം തന്നെയല്ല ഇവിടെ. നമുക്ക് എണ്ണവോ ഒന്നും ആവശ്യമില്ല. വളരെ ഫ്രീ ആയിട്ടിരുന്ന് ചെയ്യുക. കിടന്നുകൊണ്ടൊന്നും ദയവേത് ചെയ്യരുത്, യാത്ര ചെയ്തുകൊണ്ട് ചെയ്യരുത്. ഒരിടത്ത് ശാന്തമായിരുന്ന് വേണം ചെയ്യാൻ. അതിനുശേഷം മൂന്നാമത്തത് മണിപൂരക ചക്രം. ഈ മണിപൂരക ചക്രം നാഭീഭാഗം, ചില ഗ്രന്ഥങ്ങളിൽ നാഭിയുടെ 2 ഇഞ്ച് മുകളിൽ നിന്നൊക്കെ ഉണ്ട്. ആ ഒരു സ്പേസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നാഭി, നേവൽ റീജിയൻ. അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ നീല നിറത്തിലുള്ള താമര സങ്കല്പിക്കുക. നീല നിറത്തിലുള്ള താമര സങ്കല്പിച്ച് സോഹം സോഹം സോഹം. അടുത്ത ചക്രത്തിൻ്റെ സ്ഥാനം അനാഹതം, നെഞ്ചിൻ്റെ മധ്യഭാഗം. അവിടെയും എന്താണ്, സോഹം ജപമാണ്. പക്ഷേ നിറം, ഇനിയുള്ള എല്ലാ ചക്രത്തിൻ്റെയും നിറം വെള്ളയാണ്, വൈറ്റ് കളർ. വെള്ള നിറത്തിലുള്ള താമര സങ്കല്പിക്കുക, സോഹം ജപം തുടരുക. അത് നെഞ്ചിൻ്റെ നടുഭാഗം, മധ്യഭാഗം. അടുത്തത് തൊണ്ട, വിശുദ്ധി ചക്രം. വിശുദ്ധി ചക്രത്തിലും വെള്ള നിറത്തിലുള്ള താമര സങ്കല്പിച്ചുകൊണ്ട് സോഹം ജപം തുടരുക. അടുത്തത് എവിടെയാണ്, പുരികമധ്യത്തിൽ വെള്ള നിറത്തിലുള്ള താമര സങ്കല്പിക്കുക, സോഹം. അത് കഴിഞ്ഞ് സഹസ്രാരം. ഇവിടെ കേന്ദ്രീകരിക്കുക. ഏകദേശം മുകളിലോ ഇവിടെയാണ് നമുക്ക് കേന്ദ്രീകരിക്കാൻ പറ്റുന്നതുകൊണ്ട് ടിപ്പ് ഓഫ് ദ ഹെഡ്, ഉച്ചി ഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് വെള്ള നിറത്തിലുള്ള താമര, സോഹം ജപം. ഇത് തുടർച്ചയായിട്ട് എല്ലാ ദിവസവും കുറച്ച് നേരം, ഒരുപാട് അങ്ങ് 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും ചെയ്യരുത്. കുറച്ച് നേരം, വളരെ കുറച്ച് നേരം ഒന്ന് ജപിക്കുക, ശ്രദ്ധിച്ചിരുന്ന് ജപിക്കുക. നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള മാറ്റമുണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ മനസ്സിനും നിങ്ങളുടെ കരിയറിനും എല്ലാത്തിനും ഒരു മാറ്റം ഉണ്ടാകും ഇത് ജപിച്ചാൽ. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ജപിക്കാം. നിങ്ങൾക്ക് തന്നെ അറിയാൻ സാധിക്കും നിങ്ങൾക്കുണ്ടാവുന്ന ഒരു പരിവർത്തനം, നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ, നിങ്ങൾക്കുണ്ടാകുന്ന ആ ഒരു ദൈവീകമായിട്ടുള്ള അനുഭവം. അതാണ് ഏറ്റവും പ്രധാനം, അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതിന് സംശയമില്ല. അപ്പോൾ നിങ്ങളിത് ചെയ്യുക. കുറച്ച് നേരം ഒരു പ്രാവശ്യം ചെയ്താൽ മതി. ഒരുപാട് പ്രാവശ്യം ചെയ്താൽ ഒരുപാട് ഗുണങ്ങളൊന്നുമില്ല. പീരീഡ് ടൈമിൽ നിങ്ങളിത് ചെയ്യാതിരിക്കുക. കാരണം ആ ഒരു സമയത്ത് ജനറലി നിങ്ങളുടെ ബോഡി ടയേർഡായിരിക്കും. അപ്പോൾ ടയേർഡായിട്ടുള്ള സമയത്തൊന്നും ഇത് ചെയ്യരുത്. കുറച്ച് എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്ത് ചെയ്യുക. അതാണ് ഏറ്റവും ഉത്തമം ചെയ്യാൻ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഡീപ്പായിട്ട് എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്യുക. ഒരു സമയമോ നമ്പറോ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് ഒരു മോഡറേറ്റ് ലെവലിൽ എല്ലാ ചക്രത്തിലും ഒരു ചാൻറ്റ് കൊടുക്കുക. ചാൻറ്റ് കൊടുക്കുമ്പോൾ ആ ചക്രം ശുദ്ധീകരിക്കുന്നതായിട്ട് സങ്കല്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഭാഗത്ത് ആ ചക്രം, ആ ഒരു ഭാഗം ശുദ്ധീകരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വെറുതെ കണ്ണുകളടച്ച് കുറച്ച് നേരം ഇരിക്കുക. ഒന്നും ചെയ്യാതെ കുറച്ച് നേരം ഇരിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ദൈവത്തിനെ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങൾക്ക് അഫർമേഷൻസ് വിഷ്വലൈസ് ചെയ്യാം. അല്ലെങ്കിൽ വെറുതെ ശ്വാസത്തെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാം. ആരും ചെയ്തുകൂടാത്ത കാര്യം കണ്ണ് മുകളിലേക്കാക്കി ഇങ്ങനെ ഒന്നും നോക്കാതെ ഇരിക്കുക. നോക്കിക്കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, പക്ഷെ നോക്കാതിരിക്കുക. കാരണം അതിൻ്റെ എഫക്റ്റീവ്നെസ് അവിടെ വരില്ല. അതുകൊണ്ടാണ് ആ ഒരു എക്സ്പീരിയൻസ് അവിടെ ഇപ്പോൾ നഷ്ടപ്പെടും അത് ചെയ്യുമ്പോൾ. ആ പ്രോസസ്സ് ചെയ്യാതെ വേറെ എന്തും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും മന്ത്രം ജപിക്കണമെങ്കിൽ ജപിക്കാം. അല്ലെങ്കിൽ വെറുതെ സൈലൻ്റായിട്ട് ആ സ്വരം, ആ ചുറ്റിനും കേൾക്കുന്ന സ്വരങ്ങളിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കാം, സാക്ഷിഭാവത്തിൽ. ഇത് ചെയ്യുക. ഒരുപാട് മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാ ദിവസവും നിങ്ങളിത് ചെയ്യാൻ ശ്രമിക്കുക. ഇത്
നിങ്ങളെ പരിവർത്തനപ്പെടുത്തും എന്നുള്ളതിൽ സംശയമില്ല. എല്ലാ തലത്തിലും നിങ്ങൾക്ക് ഇതൊരു ചേഞ്ച് ഉണ്ടാകും. ഇതെൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. നിങ്ങൾക്ക് ചേഞ്ച് ഉണ്ടാവും. എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഉണ്ടാകട്ടെ, എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. അപ്പോൾ ഇതൊന്നും ചെയ്തതുകൊണ്ട് മാത്രമായില്ല. നമ്മൾ അനുകമ്പയാണ് ജീവിതത്തിൽ ഗ്രേസ് തേടാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അനുകമ്പ ഇല്ലാത്തവന് എത്ര ചക്രം ചെയ്തിട്ടും ഒരു കാര്യമില്ല. മറ്റുള്ളവരോട് അനുകമ്പ, നമ്മുടെ എന്താ പറയുക, സഹജീവികളോട്, സഹജീവി എന്ന് പറയുമ്പോൾ മനുഷ്യൻ മാത്രമല്ല അല്ലേ, മറ്റ് എന്താ പറയുക, മറ്റ് മൃഗങ്ങൾ, പക്ഷികൾ, എല്ലാത്തിനോടും ഒരു സഹാനുഭൂതി ഒക്കെ ഉണ്ടാവുമ്പോഴാണ് ഗ്രേസ് കൂടുക. അല്ലാതെ നമ്മൾ വെറുതെ ശ്വാസം വിട്ടതുകൊണ്ടോ ജപം ചെയ്തുകൊണ്ടോ എങ്ങനെ പരിവർത്തനം ഉണ്ടാവുക? ഹൃദയം ശുദ്ധീകരിക്കണമെങ്കിൽ എന്താവണം? ഹൃദയം ശുദ്ധീകരിക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്നുള്ള പ്രവർത്തികൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഹൃദയം ശുദ്ധീകരിക്കുകയുള്ളൂ. അത് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല. ഹൃദയത്തിൽ നിന്ന് സംസാരിക്കുക, ഹൃദയത്തിൽ നിന്ന് സഹായിക്കുക, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുക. ഇത് 3 ചെയ്താൽ ഹാർട്ട് ഓപ്പൺ ആവും. അല്ലാതെ വെറുതെ അനാഹതം ചെയ്തിട്ട് യങ് 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 എന്ന് ചാൻറ്റ് ചെയ്തിട്ടൊന്നും അനാഹതം ഓപ്പൺ ആവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തിവാദം ചെയ്തത് കൊണ്ടൊന്നും അത് ഓപ്പൺ ആവുന്നൊരു കാര്യമല്ല അത്. അപ്പോൾ ഇതും കൂടെ ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു.